ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ഷെയർ പോകുന്നത് ഹിഡൻ ലവ് എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 6 ആണ്. ഈ എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത് ഡുവാൻ ബോയ് ഫ്രണ്ടിൻ്റെ എല്ലാ കാര്യങ്ങളും സംഷിയോട് ചോദിക്കുന്നതായിരുന്നു. അപ്പോൾ സംഷി പറയുന്നുണ്ട്, എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ബോയ് ഫ്രണ്ട് ഉണ്ട്, അത് കാരണമാണ് ഞാനും ഇതിലേർപ്പെട്ടത്. പക്ഷെ ഞാനിതെല്ലാം നിർത്താം, ഇനി പഠിച്ചോളാം എന്നെല്ലാം ഡുവാന് സംഷി വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ പറഞ്ഞത് കേട്ട് നല്ല കുട്ടിയായി പഠിക്കാനായി ഒരുങ്ങി വരുന്നതാണ് സംഷി. അങ്ങനെ ദിവസങ്ങളെല്ലാം നീണ്ടു പോവുകയാണ്. എല്ലാ ദിവസവും ഡുവാൻ വന്ന് സംഷിയെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പതിയെ സംഷിയുടെ എല്ലാ ഗ്രേഡും മെച്ചപ്പെട്ടു വന്നിരുന്നു. സംഷിയുടെ ഫിസിക്സിൽ നല്ല മാർക്കായി വന്നു. അങ്ങനെ ഡുവാനും ഒരുപാട് ടെസ്റ്റ് എല്ലാം നടത്തി സംഷിക്ക് നല്ല മാർക്കെല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡുവാൻ പറയുന്നുണ്ട്, ഇപ്പോൾ നിനക്ക് നല്ല മാർക്കെല്ലാം ഇല്ലേ, ഇനി ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ വരേണ്ട ഒരാവശ്യവുമില്ല. ഇനി നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ച് ചോദിച്ചാൽ മതി എന്നെല്ലാം സംഷിയോട് പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഡുവാൻ പോവാനിരിക്കുമ്പോഴാണ് അവിടുത്തെ ന്യൂ ഇയറിൻ്റെ ആഘോഷങ്ങളെല്ലാം ആഘോഷിക്കാൻ വേണ്ടി അവിടെ ഒരുപാട് അച്ഛനും അമ്മയും ഒരുക്കങ്ങളെല്ലാം ചെയ്യുന്നത്. അത് കണ്ട് ഡുവാൻ ഒരുപാട് അവരെ സഹായിക്കുന്നുണ്ട്. അവർ ഡുവാനോട് പറയുന്നുണ്ട്, നീയും ഇന്നിവിടെ നിൽക്ക് എന്നെല്ലാം പറയുമ്പോൾ ഡുവാൻ പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോകണം, ഞാൻ നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞ് ഞാൻ പോകും എന്നെല്ലാം അവരോട് പറയുന്നുണ്ട്. അതേസമയം സംഷി നേരെ അവളുടെ റൂമിലേക്ക് വന്ന് ഡുവാന് നൽകാനായി ഒരു എൻവലപ്പും ഗ്രീറ്റിങ്ങും പിന്നെ അതിൽ കുഞ്ഞു ഗിഫ്റ്റ്സും എല്ലാം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. സംഷി അത് ഡുവാന്റെ കയ്യിൽ കൊടുക്കുന്നില്ല, കാരണം ഡുവാന് കൊടുത്താൽ ഡുവാൻ അത് വാങ്ങില്ല. സംഷി ആരും കാണാതെ നേരെ പോയി ഡുവാന്റെ കോട്ടിന്റെ പോക്കറ്റിലായി ആ എൻവലപ്പ് വെക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയായപ്പോൾ അവരെല്ലാവരും കൂടി ഭക്ഷണം ഒരുമിച്ച് ആസ്വദിച്ച് കഴിക്കുകയാണ്. അപ്പോഴാണ് അച്ഛൻ നേരെ 3 എൻവലപ്പ് എടുത്ത് പൊക്കുന്നത്. അങ്ങനെ അച്ഛൻ ഒന്ന് നേരെ എടുത്ത് അമ്മക്ക് കൊടുക്കുന്നുണ്ട്. സംഷിയും ഞങ്ങും നേരെ എണീച്ച് അച്ഛനെ നല്ലപോലെ സ്നേഹിക്കുന്ന പോലെയെല്ലാം അഭിനയിച്ച് കളിക്കുന്നുണ്ട്. അതെല്ലാം കാണാൻ നല്ല രസമായിരുന്നു. അതിനിടെ അവർ രണ്ടുപേരും വഴക്കിടുന്നുണ്ട്. അങ്ങനെ അച്ഛൻ അവരുടെ വഴക്കെല്ലാം നിർത്താൻ വേണ്ടി വേഗം അവർക്ക് രണ്ടുപേർക്കും ആ എൻവലപ്പ് നൽകുന്നുണ്ട്. അപ്പോഴാണ് യങ് അത് ശ്രദ്ധിക്കുന്നത്. യങ്ങിൻ്റെ എൻവലപ്പ് വളരെ ചെറുതാണ്, പക്ഷെ സംഷിയുടെ വലുതാണല്ലോ. അതെല്ലാം യങ് നല്ലോണം നോക്കുന്നുണ്ട്. പക്ഷേ ആ എൻവലപ്പിൽ ഫോണായിരുന്നു. അവർ എല്ലാവരോടും പറയുന്നുണ്ട്, ഇനി അതിലുള്ള ഡേറ്റിംഗ് ആപ്പും മറ്റ് ഗെയിംസിൻ്റെ ആപ്പും എല്ലാം ഒഴിവാക്കി നീ ഇനി പഠിച്ചാൽ മാത്രം മതി എന്നെല്ലാം അച്ഛനും അമ്മയും ചേട്ടനും കൂടി സംഷിയോട് പറയുന്നുണ്ട്. സംഷി പറയുന്നുണ്ട്, ഇനി ഞാൻ അത് തന്നെ ചെയ്യുകയുള്ളൂ, ഒരു ഓൺലൈൻ ഡേറ്റിങ്ങിലും പോയി ചാടുകയില്ല എന്നെല്ലാം സംഷി അവരോട് പറയുന്നുണ്ട്. അതേസമയം യങ്ങിൻ്റെ അച്ഛനോടും അമ്മയോടും ഒരിടം വരെ അത്യാവശ്യമായി പോകണമെന്ന് പറഞ്ഞ് ഡുവാൻ വന്നിരുന്നത് കോളേജിലെ ഹോസ്റ്റലിലേക്കായിരുന്നു. കാരണം ഡുവാന് ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഡുവാൻ അവിടെ ഇരുന്ന് ഗെയിമെല്ലാം കളിക്കുമ്പോഴാണ് ഡുവാന് നേരെ സംഷിയുടെ ന്യൂ ഇയർ വിഷെല്ലാം വരുന്നത്. അത് കണ്ട് ഡുവാൻ നേരെ സംഷിക്ക് മെസ്സേജ് എല്ലാം അയക്കുന്നുണ്ട്. അങ്ങനെ അതേ സമയമാണ് ഡുവാന് ഒരു കോള് വരുന്നത്. ആ കോളിലുണ്ടായിരുന്നത് ഡുവാൻ്റെ ഹോം ടൗണിലുള്ള ഹോസ്പിറ്റലിലുള്ള ഒരു നേഴ്സായിരുന്നു. അവർ പറയുന്നുണ്ട്, ഡുവാൻ്റെ അച്ഛന് ഒട്ടും സുഖമില്ലാതായിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് വന്നാൽ അവരെ നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയും എന്നെല്ലാം ഡുവാനോട് അവർ പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് ക്ലാസ് എല്ലാം കഴിഞ്ഞ് സന്തോഷിച്ച് വരുന്ന സംഷിയോട് യങ് പറയുന്നുണ്ട്, ഇത് നിനക്കുള്ള ഗിഫ്റ്റാണ്, ഇത് നിനക്ക് ഡുവാൻ തന്നതാണ്. അപ്പോൾ സംഷി പറയുന്നുണ്ട്, അതെന്താ ഡുവാന് നേരിട്ട് വന്ന് തന്നൂടെ? അപ്പോൾ യങ് പറയുന്നുണ്ട്, നീ ഒന്നും അറിഞ്ഞില്ലേ, ഡുവാൻ നേരെ ഡുവാൻ്റെ അച്ഛൻ സുഖമില്ലാത്തത് കാരണം അവൻ്റെ ഹോം ടൗണായ ഇഹിയിലേക്ക് പോയിട്ടുണ്ട്, അത് കാരണമാണ് അവനിത് നിനക്ക് കൊടുത്തയച്ചത് എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ യങ്ങിനോട് സംഷി ചോദിക്കുന്നുണ്ട്, അവൻ ഇനി വരില്ലേ? അപ്പോൾ യങ് പറയുന്നുണ്ട്, അവനിനി ഗ്രാജുവേഷൻ സെറിമണിക്ക് എത്തും എന്നെല്ലാം യങ് പറയുന്നുണ്ട്. അത് കേട്ട് സംഷിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ സംഷി നേരെ ഡുവാന് തന്ന ഗിഫ്റ്റ് എല്ലാം തുറന്നു നോക്കുമ്പോഴാണ് അതിലൊരു പട്ടിക്കുട്ടിയായിരുന്നു. അത് കണ്ട്
സഞ്ജിക്ക് ഒരുപാട് ചിരി വന്ന് ഡുവാനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഡുവാനോട് പറയുന്നുണ്ട്, നീ എന്തിനാ എൻ്റെ ചേട്ടനെ പോലെയുള്ള പട്ടിക്കൊച്ചിനെ തന്നെ എനിക്ക് ഗിഫ്റ്റായി തന്നത് എന്നെല്ലാം പറയുമ്പോൾ ഡുവാൻ പറയുന്നുണ്ട്, നിനക്ക് നിന്റെ ചേട്ടനോട് എന്ത് ദേഷ്യം വന്നാലും നീ അതിനോട് തീർത്തേക്ക് എന്നെല്ലാം പറഞ്ഞ് അവർ രണ്ടുപേരും അധികം നീളാതെ സംസാരിച്ചു കഴിഞ്ഞ് വെക്കുന്നുണ്ട് കോൾ. അതേസമയം ഡുവാൻ്റെ അടുത്തേക്ക് ജിയാങ് എന്ന പെൺകുട്ടി വരുന്നുണ്ട്. എന്നിട്ട് അവന് ക്യാഷ് എല്ലാം കൊടുത്തതിന് ശേഷം പറയുന്നുണ്ട്, നിനക്ക് ക്യാഷിന് ഒരുപാട് ആവശ്യമില്ലേ, നീ ഇത് വെച്ചേക്ക്, പിന്നെ നിന്റെ ഗ്രാജുവേഷൻ സെറിമണിയല്ലേ വരാൻ പോകുന്നത്, ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചാൽ ഒന്നും നീ നോക്കില്ല എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇതിന് യാതൊരു മറുപടിയും നൽകാതെ ഡുവാൻ അവളോട് പുറത്തേക്ക് പോകാൻ പറയുന്നുണ്ട്. എനിക്ക് നിന്റെ ക്യാഷ് ഒന്നും വേണ്ട എന്നുകൂടി ഡുവാൻ പറയുന്നുണ്ട്. അങ്ങനെ 2-3 ദിവസങ്ങൾക്ക് ശേഷം ഗ്രാജുവേഷൻ സെറിമണി എത്തി. അങ്ങനെ സംഷിയുടെ അച്ഛൻ്റെ കൂടെ ഒരുപാട് സന്തോഷത്തോടെ ഡുവാനെ കാണണമെന്നുള്ള ആഗ്രഹത്തോട് വരുന്നുണ്ട്. അതിനിടെ ഡുവാൻ്റെയും സംഷിയുടെ അച്ഛൻ്റെയും സംസാരത്തിൽ നിന്ന് സംഷിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ഡുവാൻ ഇനി അവൻ്റെ ഹോം ടൗണായ ഇഹിയിലെയാണ് ജോബെല്ലാം ചെയ്യുന്നത് എന്ന് കേട്ടപ്പോൾ സംഷിക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. അങ്ങനെ സംഷിയുടെ അച്ഛൻ അവിടെ നിന്ന് ഒന്ന് മാറിയപ്പോൾ സംഷി നേരെ ഡുവാനെ കൊണ്ടുപോയി ഒരു ഫ്ലവേഴ്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഇതെന്നെ ഫിസിക്സ് പഠിപ്പിച്ച എൻ്റെ ഫിസിക്സ് ടീച്ചറിനാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ സംഷിയുടെ കയ്യിൽ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് കൊടുക്കാൻ നോക്കിയിട്ട് ഒട്ടും സാധിച്ചില്ല. ഡുവാൻ അത് നൽകാനായി. അങ്ങനെ ഡുവാൻ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ഈ കൊച്ചനുജത്തിയുടെ കൂടെ ഒരുപാട് പിക്കെല്ലാം എടുക്കണം എന്നെല്ലാം പറഞ്ഞ് അവൻ്റെ ഫ്രണ്ടിനോട് ഫോട്ടോസ് എല്ലാം എടുപ്പിക്കുന്നുണ്ട്. ഒരുപാട് നല്ല ഫോട്ടോസ് ആയിരുന്നു അത്. അങ്ങനെ അന്ന് ഗ്രാജുവേറ്റഡ് ആയത് കാരണം എല്ലാവരും കൂടി ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിയിൽ യങ് ഒരുപാട് കുടിച്ചിരുന്നു. അങ്ങനെ നേരെ ഡുവാൻ യങ്ങിനെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് അമ്മ പറയുന്നത്, ഇന്നിനി നേരം വൈകിയില്ലേ, നീ ഇന്ന് ഇവിടെ നിൽക്ക്, ഇന്നിനി പോകണ്ട എന്നെല്ലാം പറഞ്ഞ് ഡുവാനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സംഷി നേരെ പോയി ഡുവാന് മാറാനായുള്ള ഡ്രസ്സ് പിന്നെ ടവൽസ് അതെല്ലാം നൽകുന്നുണ്ട്. അപ്പോൾ ഡുവാൻ പറയുന്നുണ്ട്, എൻ്റെ കൊച്ചനുജത്തി ഇതെല്ലാം എനിക്ക് മനസ്സിലായി, നീ ഇനി പോയി കിടന്നോളൂ, ഇത് ഞാൻ നോക്കിക്കൊള്ളാം എന്നെല്ലാം ഡുവാൻ സംഷിയോട് പറയുന്നു. അപ്പോഴാണ് ഡുവാൻ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നത്. അവൻ്റെ അച്ഛന് തീരെ സുഖമില്ലാണ്ട് അവൻ ഈയിലേക്ക് പോകുന്ന നേരമായിരുന്നു. ഒരുപാട് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഡുവാൻ്റെ പോക്കറ്റിൽ നോക്കുമ്പോഴാണ് ഈ എൻവലപ്പ് കിട്ടുന്നത്. ആ എൻവലപ്പ് തുറന്നു നോക്കുന്നതും ഒരുപാട് ഗ്രീറ്റിങ്സും എല്ലാമായിരുന്നു. അത് കണ്ട് ഡുവാന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. സങ്കടമായ ഡുവാന് ഒരു ഉന്മേഷമാണ് ആ ഗ്രീറ്റിങ്ങിലൂടെ കിട്ടുന്നത്. അതെല്ലാം സംഷി കൊടുത്തതാണെന്ന് ഡുവാന് മനസ്സിലായിരുന്നു. ഇതെല്ലാമാണ് ഹിഡൻ ലവ് എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 6-ലുള്ളത്.